ഹേയ് ഗായ്സ്, നമ്മളിന്ന് പുറത്തേക്ക് പോവാട്ടോ. മാളിലേക്കല്ല പോകുന്നത്. മാള് നമ്മളൊന്ന് മാറ്റി പിടിച്ചു. ഇന്ന് നമ്മൾ സൂവിലേക്കാണ് പോണത്. ഒരുപാട് മൃഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അത്യാവശ്യത്തിന് വേണ്ട മൃഗങ്ങളിൽ ഒരു മിനി സൂ ഉണ്ടാവും. ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കരടിയാണ് കണ്ടത്. കരടി എന്തോ തിന്നായിരുന്നു, കാരണം നമുക്ക് ഫേസ് കാണാൻ പറ്റിയില്ല. പിന്നെ നോർമൽ മാനിനെ കണ്ടു, മയിലിനെ കണ്ടു. ഞാൻ ഒരുപാട് മയിലിനെ ഒരുമിച്ചിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോന്നിനൊക്കെ കണ്ടിട്ടുണ്ടല്ലാതെ അങ്ങനെ ഒരുമിച്ചൊരു കൂട്ടത്തെ കണ്ടിട്ടില്ല. പിന്നെ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. ആൾക്ക് ഇത്തിരി ഏജ് ആയിട്ടുണ്ട് തോന്നുന്നു കണ്ടപ്പോൾ, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ മുള്ളമ്പന്നി കുരങ്ങനെ കണ്ടു. കുരങ്ങനെയാണ് ഈ അച്ഛനും മോളും കൂടി നോക്കി നിൽക്കുന്നത്. പിന്നെ ഈ സെക്ഷനിലെത്തിയപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ, കാരണം ഈ വെറൈറ്റി സൗണ്ട് കേൾക്കാൻ പറ്റി. പക്ഷികളുടെ തത്ത, അതുപോലെ തന്നെ വേറെ ഏതൊക്കെയോ വെറൈറ്റി ആയിട്ടും തത്തകൾ തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ പൂവൻകോഴിനെയൊക്കെ കണ്ടു. പിന്നെ പുലീനെ കണ്ടു. പുലീനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പുലിയും സിംഹമൊക്കെ അത്യാവശ്യം നല്ല ദൂരെയായിരുന്നു. ഞാൻ S24 വഴി സൂം ചെയ്തെടുത്താണ് പുലിനെ സിംഹത്തിനെ കേട്ടോ, അതുകൊണ്ട് കാണാൻ പറ്റി. പിന്നെ സൂവിൽ പോയിട്ട് കണ്ടതിൽ മുതലായ ഒരു ഐറ്റഡാ ഈ മുതലാട്ടാ. കാരണം എന്ത് രസമാണ് ഈ കടുവനെ കാണാൻ, നല്ല ഭംഗിയുള്ളൊരു കടുവ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത്ര എടുത്തുനിന്നിട്ട് കടുവനെ കാണാൻ പറ്റും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ആ കടുവെന്ന് ഉറക്കം ഒച്ച വെച്ചാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ പേടിച്ചു ഓടും. അതിന് അത്രയ്ക്ക് എടുത്താണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കടുവായിരുന്നു. പിന്നെ സീബ്രനെ കണ്ടു. പിന്നെ നമ്മൾ വണ്ടിയിലാട്ടോ പോയത്, തന്നെ അത്യാവശ്യം കറങ്ങാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാൻകൂട്ടത്തെയും കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു.